ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് വന്നിരിക്കുന്നത് തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ തന്തൂരി ചിക്കൻ നമ്മളെല്ലാവരും റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ നമ്മുടെ വീടുകളിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ലെഗ് പീസാണ്. അത് നല്ലവണ്ണം ഒന്ന് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ അതിനകത്തെ വെള്ളമെല്ലാം കളഞ്ഞ് റെഡിയാക്കി വയ്ക്കുക. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എടുത്ത് വച്ചിരിക്കുന്ന ലെഗ് പീസിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മസാലകളെല്ലാം കൂടി നമുക്കതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ്. ഇത് നല്ല കട്ടി തൈരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചുകൊണ്ടാണ് നല്ല കളർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവരും അത് തന്നെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എടുക്കുക. അത് എങ്ങനെയാണെന്ന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ തന്തൂരി ചിക്കന് വേണ്ട മസാല റെഡി ആയി കഴിഞ്ഞു. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലെഗ് പീസ് എടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങാനീര് സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് പൊടികളെല്ലാം ചേർക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല നമ്മൾ ഇതിലേക്ക് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ അതിൻ്റെ വരഞ്ഞു വെച്ചിരിക്കുന്നതിലെല്ലാം നമ്മുടെ മസാല നല്ലവണ്ണം എത്തത്തുള്ളൂ. മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഇതൊരു 2 മണിക്കൂർ പുറത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. സമയമില്ലാത്തവരാണെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് റെഡിയാക്കാൻ വേണ്ടി ഇവിടെ ഓവനോ ഗ്രില്ലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളിതിലെ മസാല എല്ലാം കണ്ടതാണ്. നമ്മളിത് വീടുകളിലെല്ലാം എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്.
മസാലയെല്ലാം ഇവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇത് 2 മണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ആക്കി എടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പാനിൽ ആവശ്യത്തിന് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ലെഗ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ നമുക്ക് ബട്ടർ ചേർക്കാൻ പറ്റും. ബട്ടർ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. അത് എല്ലാവരുടെ കയ്യിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാനത് ബട്ടർ ചേർത്ത് കാണിക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ എണ്ണ ഒഴിക്കുക. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഒരു സൈഡ് അല്പം മൊരിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ഒന്ന് മറിച്ച് കൊടുക്കണം. ഇവിടെ ഞാൻ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ അങ്ങ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തന്തൂരി ചിക്കൻ്റെ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്തൂരി ചിക്കൻ്റെ ടേസ്റ്റും അതുപോലെ ഫ്ലേവറും വരാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കഷ്ണം എടുത്ത് ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കുന്നുണ്ട്. അതിനുശേഷം അതൊരു പാത്രത്തിൽ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് 1 മിനിറ്റ് നേരം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ വരുന്നത്. ഇനി അതൊന്ന് മൂടി വയ്ക്കുക. നിങ്ങളുടെ വീട്ടിൽ കനലാണുള്ളതെങ്കിൽ ഈ ചാർക്കോളിന് പകരം കനൽ ഉപയോഗിച്ചാലും മതിയാവും. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ തന്തൂരി ചിക്കൻ്റെ ഫ്ലേവറിലുള്ള ടേസ്റ്റിലുള്ള ചിക്കൻ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. വളരെ സിമ്പിളായ രീതിയിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന തന്തൂരി ചിക്കൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളിത് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.